ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. സാൻസിസ് മിസ് ആണ്. ഓണം എക്സാമിങ് അടുത്തെത്തി കഴിഞ്ഞു. എല്ലാവരും ഓണം എക്സാമിന്റെ ടെൻഷനിലായിരിക്കും അല്ലേ? അപ്പോൾ ഓണം എക്സാമിന് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇതുവരെ പഠിക്കാത്തവർക്കും വേണ്ടിയിട്ട് നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ബേസിക് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ കുറച്ച് വലിയ ചാപ്റ്റർ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വളരെ പെട്ടെന്ന് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ മിസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്. അപ്പൊ റെഡി അല്ലേ? ഈ ചാപ്റ്ററിൽ എന്തൊക്കെയായിരുന്നു നമുക്ക് പഠിക്കാനുള്ളത്? IUPAC നോമൻക്ലേച്ചർ, അതായത് ആൽക്കെയിൻസിലെ സൈഡ് ചെയിൻ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്, അതേപോലെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് എങ്ങനെയാണ് IUPAC റൂൾസ് അനുസരിച്ച് നെയിം ചെയ്യുക എന്നതാണ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ പാർട്ടും കൂടെ ഉണ്ട്, അതായത് ഐസോമറിസം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പൊ എന്തായിരുന്നു ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ? ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണും ഹൈഡ്രജനും കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സിനെയാണ് ഹൈഡ്രോ കാർബൺ. എന്തുകൊണ്ടാണ് കാർബൺ ഇങ്ങനെ കുറെ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത്? കാർബണിന് കാറ്റിനേഷൻ പവർ ഉണ്ട് അല്ലെ? എന്ത് പവറാ ഉള്ളത്? കാറ്റിനേഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന് 4 ബോണ്ട് വരെ ഫോം ചെയ്യാൻ പറ്റും. കാർബണിന് 4 ബോണ്ട് വരെ ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ കാർബണിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രോ കാർബണിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേതാണ് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, രണ്ടാമത്തേതാണ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് കണ്ടെയ്ൻ ചെയ്യുന്നതിനാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് വിളിക്കുന്നത്. അതായത് സിംഗിൾ ബോണ്ടിന് നമുക്ക് പറയാം ആൽക്കെയിൻ. ഏതാണ്? ആൽക്കെയിൻ ആണ് സിംഗിൾ ബോണ്ടഡ്. അടുത്തത് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്നതാണ്. ആൽക്കീൻ ഡബിൾ ബോണ്ട് ആണ്, ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിന് കുറച്ച് ഹൈഡ്രോ കാർബണിന്റെ കെമിക്കൽ ഫോർമുലാസ് തന്നിട്ട് ഇവർ ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവരുടെ ജനറൽ ഫോർമുല യൂസ് ചെയ്യാം. അതായത് ആൽക്കെയിൻ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് CnH2n+2 എന്ന കെമിക്കൽ ഫോർമുലയാണ്. അടുത്തത് ആൽക്കീൻ ആണെങ്കിൽ CnH2n ആണ്. ആൽക്കൈൻ ആണെങ്കിൽ CnH2n - n ആണ്. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ n എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കാർബണിനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കെമിക്കൽ ഫോർമുല ഇതിൽ സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോമ്പൗണ്ട് ആണ് തന്നത് എന്ന് മനസ്സിലാക്കും. അതായത് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കും. അതേപോലെ തന്നെ ആൽക്കെയിൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഹോമോലോഗസ് ആയിരിക്കും. അതായത് ഒരു CH2 യൂണിറ്റ് ആഡ് ഓൺ ആയിട്ടായിരിക്കും അടുത്ത മെമ്പർ വരുന്നത്. ആ സീരീസിലെ അടുത്ത മെമ്പർ ഒരു CH2 ആഡ് ഓൺ ചെയ്തിട്ടാണ്, അടുത്ത മെമ്പർ വരെ അടുത്ത CH2 ആഡ് ഓൺ ചെയ്തിട്ടാണ്. ഇങ്ങനെയാണ് സീരീസ് വരുന്നത്. അതായത് ആൽക്കെയിനിലെ ഫസ്റ്റ് മെമ്പർ CH4 ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു CH2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മെമ്പർ CH3 ആയിരിക്കും. ഓക്കെ, അതിന്റെ അടുത്ത മെമ്പർ എങ്ങനെ വരാം? ഒരു CH2 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു, CH3 ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഓരോ CH2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സീരീസിലെ അടുത്ത മെമ്പറിനെ കിട്ടുന്നത്. ജസ്റ്റ് എന്താണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞെന്നുള്ളൂ. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു CH2 യൂണിറ്റിന്റെ ഡിഫറൻസ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മൾ നെയിമിങ്ങിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ നെയിമിങ്ങിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതാണ് കാർബണിന്റെ വേർഡ് റൂട്ട്. അതായത് എത്ര നമ്പർ ഓഫ് കാർബൺ ഉണ്ട് എന്നെങ്ങനെയാണ് IUPAC റൂൾ അനുസരിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആണെങ്കിൽ പെന്റ്, 6 കാർബൺ ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നൺ, 10 ആണെങ്കിൽ ഡെക്. അപ്പോൾ 1 മുതൽ 10 വരെ നമ്പർ ഓഫ് കാർബൺ ഉള്ളതിന്റെ വേർഡ് റൂട്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആൽക്കെയിൻസിന്റെ കൂടെ ഒരു സൈഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നെയിം ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ഏതായിരിക്കും? ഇത് തന്നെയാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഇങ്ങനെ എടുത്താലും നമുക്ക് സെയിം ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു. ഇനി നമ്മൾ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുന്ന സമയത്ത് സൈഡ് ചെയിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന പോലെ നമ്പർ ചെയ്യണം. എങ്ങനെയാടാ? സൈഡ് ചെയിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന പോലെ നോക്കിക്കേ. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴാണോ സൈഡ് ചെയിൻ ലോവസ്റ്റ്? ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴാണോ? ആദ്യത്തെ അല്ലേ? ഫസ്റ്റ് നമ്പറിംഗ് അല്ലേ? അതായത് 1, 2 സെക്കൻഡ് പൊസിഷനിലാണ് ആര് വരുന്നത്? സൈഡ് ചെയിനിൽ വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് സൈഡ് ചെയിന്റെ പൊസിഷൻ എവിടെയാ? സെക്കൻഡ് പൊസിഷനിലാണ്. അടുത്തത് ഏതാണ് സൈഡ് ചെയിൻ? ഇവിടെ ഒരു CH3 ആണ്. അപ്പൊ സൈഡ് ചെയിൻ ഏതായിരിക്കും? മീഥൈൽ ആയിരിക്കും. 2 CH3 ആണെങ്കിൽ
സോറി CH2 CH3 ആണ് തന്നതെങ്കിൽ എന്തായിരിക്കും സൈഡ് ചെയിൻ വരിക? ഈഥൈലാണ്. CH2 CH2 CH3 ആണെങ്കിൽ എന്തായിരിക്കും? പ്രൊപ്പൈൽ ആയിരിക്കും സൈഡ് ചെയിൻ വരിക. അപ്പൊ മീഥൈൽ എഴുതി. ഇനി നമ്മൾ എന്ത് എഴുതണം? മെയിൻ ചെയിൻ, അതായത് നമ്മുടെ പാരന്റ് ചെയിൻ, ഈ ഒരു സ്ട്രേറ്റ് ചെയിന്റെ പേര് എഴുതണം. 5 കാർബൺ ആണ്. 5 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് പെന്റ് ആണ്. ഇത് സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള ചെയിൻ ആയതുകൊണ്ട് ആൽക്കെയിനിന്റെ ANയും കൂടെ ചേർക്കുന്നു. 2-methyl pentane എന്നാണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നെയിം വരിക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. മീഥൈൽ, ഈഥൈൽ, പ്രൊപ്പൈലിന്റെ ഒക്കെ സ്ട്രക്ചറൽ ഫോമുല ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ട്രക്ചറൽ ഫോമുല ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഡിഫറെന്റ് ആയിട്ടുള്ള സൈഡ് ചെയിനുകൾ വരാം എക്സാമിന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുക. ആദ്യം നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ, ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺ ചെയിൻ എടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ സൈഡ് ചെയിനുകൾക്ക് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പൊ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്തപ്പോഴും എന്താ കിട്ടിയത്? 2ഉം 4ഉം ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ആൻഡ് ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. 2 തരത്തിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് മേലെയും താഴെയും, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ 2 പൊസിഷന്റെ നമ്പറുകളും ആഡ് ചെയ്തിട്ട് ലോവസ്റ്റ് നമ്പർ ആണോ കിട്ടുന്നത് നോക്കുക. അതായത് നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് 2ഉം 4ഉം കിട്ടി. പക്ഷേ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2ഉം 6ഉം ആണ് കിട്ടിയതെങ്കിൽ ഏതാണ് ലോവസ്റ്റ് സം വരിക? 2 + 4 6 അല്ലേ കിട്ടുക? ഇത് 8 അല്ലേ? അപ്പോൾ ഇത് എടുക്കാൻ പാടില്ല. ലോവസ്റ്റ് കിട്ടുന്ന വേണം എടുക്കാൻ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ 2ഉം 4ഉം ആണ് പൊസിഷൻ വരുന്നത്. അപ്പോൾ 2 പൊസിഷനിൽ നമ്മുടെ സൈഡ് ചെയിൻ ഉണ്ട്. അപ്പൊ 2, 4 2 പൊസിഷനും എഴുതണം. ഇനി എത്ര സൈഡ് ചെയിൻ ഉണ്ട്? 2 സൈഡ് ചെയിൻ. 2 സൈഡ് ചെയിൻ ആണെങ്കിൽ 2 തവണ മീഥൈൽ എന്നാണോ എഴുതേണ്ടത്? അല്ല, 2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഡൈ എന്ന് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോ ഡൈ മീഥൈൽ ആൻഡ് അതിന് കൂടെ ഒരു പാരന്റ് ചെയിൻ ആരായിരുന്നു? ഇതിലെ 5 കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന പാരന്റ് ചെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പാരന്റ് ചെയിനെയും കൂടെ ഇവിടെ എഴുതണം. അതായത് 5 കാർബൺ ആണെങ്കിൽ പെന്റ് ആണ്, പെന്റെയിൻ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ 2,4-dimethyl pentane എന്നാണ് തന്നിരിക്കുന്ന കോമ്പൗണ്ട് നെയിം. അടുത്തതായിട്ട് ആൽക്കീൻസിനെ എങ്ങനെ നെയിം ചെയ്യാം എന്ന് നോക്കാം. അപ്പൊ തന്നിരിക്കുന്ന സ്ട്രക്ചർ നോക്കുക. നമ്മൾ നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡബിൾ ബോണ്ട് ആൽക്കീൻ അല്ലേ? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണ്. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണ്. നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ട് എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. ആ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന തരത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മൾ നമ്പർ ചെയ്യാൻ. പാരന്റ് ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡബിൾ ബോണ്ട് അതിൽ ഇൻക്ലൂഡഡ് ആകുന്നുണ്ടോ നോക്കുക. അതിനുശേഷം നമ്പർ ചെയ്യുന്ന സമയത്ത് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്പർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണോ ലോവസ്റ്റ്? റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണോ? ഇവിടെയല്ലേ ഫസ്റ്റ് കാർബണിലല്ലേ ഡബിൾ ബോണ്ട്? അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ മെയിൻ ചെയിൻ്റെ വേർഡ് റൂട്ട് എഴുതാം. അതായത് 4 കാർബൺ ആണ്. 4 കാർബൺ ആകുമ്പോൾ എന്താ വരിക? ബ്യൂട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ കൊടുക്കുന്നു. അതിനുശേഷം ഏതാണോ നമ്മുടെ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ, ഒന്നാമത്തെ കാർബണിലെ, അപ്പോൾ 1 എന്ന് എഴുതുന്നു. അടുത്തത് ഡബിൾ ബോണ്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഡബിൾ ബോണ്ടിനെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുക? ENE എന്നാണ്. ENE, ബ്യൂട്ട് 1-ene എന്നാണ് നെയിം വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത കൂടെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. ഇനി സെക്കൻഡ് കോമ്പൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. എവിടെ ഡബിൾ ബോണ്ട് വരുന്നത്? ഇവിടെയാണ്. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണോ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുന്ന സമയത്താണ് ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് 2 ആണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 3 ആണ്. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കുള്ള നമ്പർ നമ്മൾ എടുത്തു. ഓക്കെ, ഇനി അതിനുശേഷം എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ആണ്. 5 കാർബൺ ആകുന്ന സമയത്ത് പെന്റ്. ഓക്കെ, അതിനുശേഷം ഒരു ഹൈഫൺ കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ പറയണം. ഡബിൾ ബോണ്ട് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ ആണ്. ആൻഡ് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ENE, പെന്റ് 2-ENE എന്നാണ് നമുക്ക് പെന്റ് 2-ene എന്നാണ് IUPAC നെയിം വരിക. അടുത്തത് നമുക്ക് ട്രിപ്പിൾ ബോണ്ട് അഥവാ ആൽക്കൈൻസ് വരുന്ന സമയത്ത് എങ്ങനെ നെയിം ചെയ്യാം? ആൽക്കൈൻ ആകുമ്പോൾ നമ്മൾ സഫിക്സ് ആയിട്ട് YNE എന്നാണ് കൊടുക്കേണ്ടത്. ആൽക്കീൻ ആണെങ്കിൽ ENE, ആൽക്കെയിൻ ആണെങ്കിൽ ANE. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഡബിൾ ബോണ്ട് കഴിഞ്ഞു, നമ്മൾ ട്രിപ്പിൾ ബോണ്ടിലേക്ക് എത്തി. ട്രിപ്പിൾ ബോണ്ട് എവിടെയാണ്? യെസ്, സെക്കൻഡ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ലോവസ്റ്റ് നമ്പർ കിട്ടണം. ഓക്കെ, എങ്ങനെ കൗണ്ട് ചെയ്താലും എങ്ങനെ നമ്പർ ചെയ്താലും സെയിം ആണ്. അപ്പൊ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തു. സെക്കൻഡ് പൊസിഷനിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ആദ്യം നമ്മൾ എന്ത് എഴുതണം? വേർഡ് റൂട്ട് എഴുതണം. 4 കാർബൺ ആയതുകൊണ്ട് ബ്യൂട്ട് എന്ന് എഴുതി. എത്രാമത്തെ കാർബണിലാ ട്രിപ്പിൾ ബോണ്ട്? 2ാമത്തെ കാർബണിലാണ്. ആൻഡ് ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ YNE, ബ്യൂട്ട് 2-ine എന്നാണ് നെയിം വരിക. ഓക്കെ, അടുത്തത് നോക്കിക്കേ. യെസ്, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ നമ്പർ ചെയ്യണം?
ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ തേർഡ് പൊസിഷനിലാണ്, റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പൊ നമ്മൾ ഏതാ എടുക്കേണ്ടത്? റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന നമ്പറിങ് എടുത്തു. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വേർഡ് റൂട്ട് എഴുതി, പെൻഡ്, അത് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ കൊടുത്തു. ഇനി ഏത് പൊസിഷനിലാ? സെക്കൻഡ് പൊസിഷനിലാണ് നമ്മുടെ ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. സെക്കൻഡ് ഹൈഫൺ, അടുത്തത് ട്രിപ്പിൾ ബോണ്ടിന്റെ സഫിക്സ് YNE. അപ്പോൾ പെൻഡ് ടു ഐൻ എന്നാണ് നെയിം വരുന്നത്. അപ്പൊ നമ്മൾ സാച്ചുറേറ്റഡ് ആണെങ്കിലും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ ആണെങ്കിലും നെയിം ചെയ്യാൻ നമ്മൾ പഠിച്ചു. അടുത്തതായിട്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത്? അതായത് നമുക്കറിയാം കാർബണിന് ചുറ്റും 4 ബോണ്ടാണ്. ഇപ്പൊ മീഥെയ്ൻ ആണെങ്കിൽ കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ വരും. ഈ ഒരു ഹൈഡ്രജന് പകരം വേറെ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നു, അതായത് OH വന്നു എന്ന് പറഞ്ഞാൽ ആരായി? ആൽക്കഹോൾ ആയി, അല്ലെങ്കിൽ CHO വരുന്നു, ഇതാരാ? ആൽഡിഹൈഡ് ആയി, അല്ലെങ്കിൽ COOH വരുന്നു, അതാരാ? COOH. കാർബോക്സിലിക് ആസിഡ്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന സമയത്ത് എങ്ങനെ നെയിം ചെയ്യണം? അപ്പൊ ഏതൊക്കെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്? ആൽക്കഹോൾ. ആൽക്കഹോൾ ആണെങ്കിൽ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് OH എന്ന് കാണാം. നെയിം ചെയ്യുന്ന സമയത്ത് ഓൾ എന്ന് ആഡ് ചെയ്യണം. അടുത്തത് ആൽഡിഹൈഡ് ആണെങ്കിൽ, അതായത് ആൽക്കഹോളിന്റെ OL ആണ് ആഡ് ചെയ്യുന്നത്. അടുത്ത ആൽഡിഹൈഡ് ആണെങ്കിൽ സ്ട്രക്ചറിൽ CHO കാണാം. നെയിമിൽ എഴുതുന്ന സമയത്ത് AL എന്ന് ആഡ് ചെയ്യണം. അടുത്തത് കീറ്റോൺ ആണെങ്കിൽ, കീറ്റോൺ ആക്ച്വലി CO, 2 ബോണ്ടിന്റെ ഇടയിൽ CO ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പൊ ഈ ഒരു CO ആണെങ്കിൽ, സ്ട്രക്ചറിൽ CO ആണെങ്കിൽ നെയിം ചെയ്യുമ്പോൾ ONE എന്ന് ചേർക്കണം. അടുത്തത് കാർബോക്സിലിക് ആസിഡ് ആണ്. കാർബോക്സിലിക് ആസിഡ് ആകുന്ന സമയത്ത് COOH ആണ്. COOH ആവുമ്പോൾ നമ്മൾ നെയിമിൽ ഓയിക് ആസിഡ് എന്ന് ആഡ് ചെയ്യണം. അടുത്തത് ഹാലോ. ഹാലോ ഗ്രൂപ്പ്, ഹാലജൻസ് ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ ഹാലജൻസ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാലജൻ ആണ് വരുന്നതെങ്കിൽ, ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ, ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അയഡിൻ ആണെങ്കിൽ അയഡോ, ഇങ്ങനെയാണ് നെയിമിൽ ആഡ് ചെയ്യുക. ലാസ്റ്റ് വൺ ഈതർ ആണ്. ഈതർ ആണെങ്കിൽ 2 ബോണ്ടിന്റെ ഇടയിൽ ഒരു ഓക്സിജൻ ഉണ്ടാകും, ഇത് ആൽക്കോക്സി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ OH തന്നിട്ടുണ്ട്. OH ആരായിരുന്നു? ആൽക്കഹോൾ ആണ്. അപ്പൊ ആൽക്കഹോൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണ്. എങ്ങനെ നമ്മൾ നെയിം ചെയ്യേണ്ടത്? നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ? എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, 1 2, കാരണം ഇതൊരു ബ്രാഞ്ച് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ നെയിം വരിക? 2 കാർബൺ ആണ്. 2 കാർബൺ ആകുന്ന സമയത്ത് എങ്ങനെ നെയിം വരും? 2 കാർബൺ ആകുമ്പോൾ എത്തനാൾ ആണ്. ഈ 3ൽ കുറവ് കാർബൺ ആണെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എത്തനോൾ എന്ന് വരും. എന്ത് വരും? എത്തനോൾ. എങ്ങനെയാ വന്നത്? 2 കാർബൺ ആയതുകൊണ്ട് ഈഥാൻ, എത്തല്ലേ, ഈഥാൻ എന്ന് കൊടുത്തു. അതായത് ഈതെയിൻ എന്നല്ലേ 2 കാർബൺ ആകുമ്പോൾ വരിക. അപ്പൊ അതിൽ ഒരു ഈനെ നമ്മൾ ഒഴിവാക്കി പകരം ഓയിൽ ആഡ് ചെയ്തു, എത്തനോളായി. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് യെസ്, CH3, CH, CH2, CH3, OH. OH ആണ് വീണ്ടും. അപ്പോൾ ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ ആകുമ്പോൾ ഓൾ ആയിരുന്നു ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ നമുക്ക് ചെയ്യണം? യെസ്, ആദ്യം നമ്മൾ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യുന്നു. 1 2 3 4. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ റൈറ്റിന്ന് ലെഫ്റ്റിലേക്കും വേണമെങ്കിൽ നമുക്ക് നമ്പർ ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾ നോക്കിക്കോ, 1 2 3 4. അപ്പൊ ഏത് പൊസിഷൻ, ഏതാണ് ഏറ്റവും സ്മോളസ്റ്റ് പൊസിഷൻ കിട്ടുന്നത് OHന്? നമ്മൾ ആദ്യം നമ്പർ ചെയ്തതാണ് അല്ലെ, അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. അപ്പൊ നിങ്ങൾ 2 രീതിയിൽ നമ്പർ ചെയ്ത് നോക്കിയിട്ട് കൺഫേം ചെയ്യണം, എന്നിട്ട് മാത്രമേ ആൻസർ എഴുതാൻ പാടുള്ളൂ. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് മേ ബി തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റീചെക്ക് ചെയ്യുക ആൻസേഴ്സ് എഴുതുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പൊസിഷനിലാണ്, ഓർത്ത് വെച്ചോളൂ. ഇനി നമ്മൾ ആദ്യം എന്താ എഴുതണം? നമ്മുടെ കാർബണിന്റെ വേർഡ് റൂട്ട് എഴുതണം. ബ്യൂട്ടാണ്, പക്ഷെ നമ്മൾ എന്താ എഴുതേണ്ടത്? ബ്യൂട്ടാൻ എന്നാണ് അല്ലെ, അതായത് ബ്യൂട്ടൈന്റെ ഈ നമ്മൾ ഒഴിവാക്കുന്നു, ബ്യൂട്ടാൻ എന്ന് എഴുതുന്നു. ഏത് പൊസിഷനിലാ? സെക്കൻഡ് പൊസിഷനിലാണ്. ആൻഡ് ആരാ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്? ആൽക്കഹോൾ ആയതുകൊണ്ട് OL. അപ്പൊ ബ്യൂട്ടാൻ ടു ഓൾ എന്നാണ് നെയിം വരിക. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത CH3, CH2, CHO ആണ് തന്നത്. CHO ആരായിരുന്നു? ആൽഡിഹൈഡ് ആണ് CHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2 ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ നമ്പർ ചെയ്യുക. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, ഫങ്ഷണൽ ഗ്രൂപ്പിൽ ഒരു കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്പർ ചെയ്യുന്ന സമയത്ത് ആ കാർബണിനെ ഇൻക്ലൂഡ് ചെയ്യണോ വേണ്ടയോ? ഇൻക്ലൂഡ് ചെയ്യണം. അതായത് CHOയിലെ ഈ കാർബണിനെയും കൂടെ നമ്മൾ പാരന്റ് ചെയിനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്പർ ചെയ്യാൻ. ആൻഡ് ഫങ്ഷണൽ ഗ്രൂപ്പിന് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 1
2 3 ഇങ്ങനെയെല്ലാം നമ്പർ ചെയ്യാം. അപ്പോൾ 3 കാർബൺ ആണ്. 3 കാർബൺ ആകുന്ന സമയത്ത് CHO വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ എഴുതുക? പ്രൊപ്പാൻ ആണ്, പ്രൊപ്പാൻ. ഓക്കെ, പ്രൊപ്പാൻ ആണ് ഫസ്റ്റ് പൊസിഷനിലാണ്. മിസ് നേരത്തെ പറഞ്ഞു 3 കുറവ് കാർബൺ ആണെങ്കിൽ നമ്മൾ നമ്പർ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രൊപ്പനാൾ എന്ന് വരും അല്ലെ. എന്താ വരാ? പ്രൊപ്പനാൾ എന്ന് വന്നു. അടുത്തത് CH3 CH2 CH2 CHO ആണ്. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിക്കേ, എങ്ങനെയാ നമ്മൾ നമ്പർ ചെയ്യാ? CHO ഇൻക്ലൂഡ് ചെയ്യണ്ടേ? വേണം, ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ 1 2 3 4 ഇൻക്ലൂഡ് ചെയ്തു. എത്ര കാർബൺ ആണ്? 4 കാർബൺ ആണ്. അപ്പൊ ബ്യൂട്ടാൻ എന്ന് വരും. എത്രാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ആൽഡിഹൈഡ് വരുന്നത്? 1ാമത്തെ പൊസിഷനിലാണ് ബ്യൂട്ടാൻ 1 ആൾ എന്ന് വരും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ദാ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. CH3COOH ആരായിരുന്നു? COOH കാർബോക്സിലിക് ആസിഡ് അല്ലേ? യെസ്, കാർബോക്സിലിക് ആസിഡ് ആണ് COOH. അങ്ങനെയാണെങ്കിൽ കാർബോക്സിലിക് ആസിഡിന്റെ കാർബണിനെ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യണോ? ഇൻക്ലൂഡ് ചെയ്യണം. ആ കാർബണും കൂടെ വേണം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ. CH3COH എന്ന് പറയുമ്പോൾ 2 കാർബൺ വന്നു. 2 കാർബൺ ആകുമ്പോൾ നമ്മൾ പിന്നെ പൊസിഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. 2 കാർബൺ ആണെങ്കിൽ എത്തെന്നല്ലേ വരിക? എത്താണ് വരിക അല്ലേ? ഈഥെയിൻ എഴുതിയിട്ട് ഈഥെയിനിന്റെ കൂടെയുള്ള ഈ ഒഴിവാക്കിയിട്ട് അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ഓയിക് ആസിഡ് ആഡ് ചെയ്യുന്നു. 2 വവൽസ് അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈനെ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ എത്തനോയിക് ആസിഡ് എന്നാണ് നെയിം വരിക. എത്തനോയിക് ആസിഡ് എന്നാണ് നെയിം വരിക. അടുത്തത് CH3 CH2 CH2 COOH ആണ്. 4 കാർബൺ അല്ലേ വരുന്നത്? എങ്ങനെയാ നമ്പർ ചെയ്യേണ്ടത്? എങ്ങനെയാ? 1 2 3 4. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് എഴുതാം. ഓക്കെ, സ്ട്രെയിറ്റ് ചെയിൻ ആണ്. അപ്പോൾ ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് നമുക്ക് നെയിം എഴുതാം. ഓക്കെ അല്ലേ? റെഡി. അടുത്തത് CH3CO CH3 ആണ്. ആരാ CO? ആരാ? സോറി, CO ആരായിരുന്നു ഇത്? യെസ്, കീറ്റോൺ ആയിരുന്നു. ഒരു കീറ്റോ ഗ്രൂപ്പ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കീറ്റോ ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ONA ആയിരുന്നു എന്ത് നെയിമിൽ ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, എങ്ങനെയാ നെയിം വരാ? യെസ്, കീറ്റോ ഗ്രൂപ്പിന്റെ 2 സൈഡിലും CH3 വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ കാർബൺ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണോ നമ്പർ ചെയ്യേണ്ടത്? യെസ്, ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 2 3 3 കാർബൺ അല്ലേ? 3 കാർബൺ വരുമ്പോൾ ആരാ? പ്രൊപ്പാൻ അല്ലേ? അപ്പോ പ്രൊപ്പാന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ONA എഴുതണം. പ്രൊപ്പനോൺ എന്ന് വരും. ഓക്കെ, സ്പേസ് ഒന്നും ഇല്ലാതെ പ്രൊപ്പനോൺ എന്ന് എഴുതാം. റെഡി? ഓക്കെ, ക്ലിയർ. അടുത്തത് CH3 CH2 CH2 CO CH3 വീണ്ടും കീറ്റോ ഗ്രൂപ്പ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? യെസ്, കുറച്ചധികം നമ്പർ ഓഫ് കാർബണിലുണ്ട്. നമുക്ക് നമ്പർ ചെയ്യാം. 1 2 3 4 5 1 2 3 4 5. എങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CO ഗ്രൂപ്പിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടുക റൈറ്റ് എന്ന് ലെഫ്റ്റിലേക്കാണ്. അപ്പൊ സെക്കൻഡ് പൊസിഷൻ കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ പാരന്റ് ചെയിനെ നോക്കണം. യെസ്, 5 കാർബൺ ആണെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? പെൻഡാൻ എന്നാണ്. പെന്റ് എന്നല്ല, പെൻഡാൻ എന്ന് എഴുതുന്നു. നേരത്തെ മിസ് പറഞ്ഞല്ലേ, എല്ലാത്തിലും ഇത് തന്നെയാണ്. ഈ ഒഴിവാക്കിയിട്ട് നമ്മൾ അതിന്റെ കൂടെ അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പേര് ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പെൻഡാൻ. ആൻഡ് ഏത് പൊസിഷനിലാണ്? സെക്കൻഡ് പൊസിഷനിലാണ് കീറ്റോണ്. അപ്പൊ കീറ്റോണിനെ ONE എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. പെൻഡാൻ 2 ഓൺ എന്നാണ് നെയിം വരിക. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാം. ഹാലോ ഗ്രൂപ്പ്. ഫസ്റ്റ് വൺ ക്ലോറിൻ വന്നൊരു സ്ട്രക്ചർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ നമ്മൾ എഴുതാം? CH3 CH2 CH2 Cl ആണ്. അപ്പൊ Cl-നെ നമ്മൾ നമ്പറിംഗിൽ ആഡ് ചെയ്യേണ്ട, പക്ഷെ ലോവസ്റ്റ് നമ്പർ കിട്ടണം. ലോവസ്റ്റ് നമ്പർ കിട്ടണമെങ്കിൽ എവിടുന്ന് കൗണ്ട് ചെയ്യണം? 1 2 3. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോറിന് ഏറ്റവും ലോവസ്റ്റ് നമ്പർ കിട്ടി. എങ്ങനെ നമ്മൾ നെയിം ചെയ്യാം? ആദ്യം എവിടെയാണോ ക്ലോറിൻ ഉള്ളതെന്ന് പറയാം. ഫസ്റ്റ് പൊസിഷനിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലോറിനെ റെപ്രസെന്റ് ചെയ്യുക. ക്ലോറോ എന്ന് എഴുതുന്നു. അത് കഴിഞ്ഞ് ഏതാണോ നമ്മുടെ പാരന്റ് ചെയിൻ, 3 കാർബണിലെ പാരന്റ് ചെയിൻ ആണ് 1 ക്ലോറോ പ്രൊപ്പെയിൻ എന്നാണ് നെയിം വരിക. ഓക്കെ, 1 ക്ലോറോ പ്രൊപ്പെയിൻ. അടുത്ത് നോക്കിക്കേ, കുറച്ചുകൂടെ വെറൈറ്റി ആണല്ലോ. 2 ഫങ്ഷണൽ ഗ്രൂപ്പ്. ഏതാ ഫങ്ഷണൽ ഗ്രൂപ്പ്? ഹാലോ തന്നെയാണ്, പക്ഷെ അതിൽ ബ്രോമിൻ ആണ്. അപ്പൊ ബ്രോമോ, 2 ബ്രോമോ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഒരേ പൊസിഷനിൽ 2 ബ്രോമോ ഗ്രൂപ്പ്, ഒരേ പൊസിഷനിൽ 2 ആൽക്കെയിൻ. ഒക്കെ ആൽക്കെയിൻ ചെയിൻസിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ എങ്ങനെ എഴുതാം? സെയിം പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ നമ്പർ ചെയ്യണം. ലോവസ്റ്റ് നമ്പർ കിട്ടാൻ നമ്പർ ചെയ്യുമ്പോൾ 1 2
3 4. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ തന്നെ വന്നു. ഇനി എവിടെയാണ് 2 ബ്രോമിൻ വരുന്നത്? രണ്ടാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ പൊസിഷൻ നമ്പർ നമ്മൾ 2 തവണ എഴുതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹൈഫൺ കൊടുക്കുന്നു. 2 ബ്രോമിൻ ആണ്. 2 ബ്രോമിൻ ആകുമ്പോൾ ഡൈ ബ്രോമോ എന്ന് എഴുതണം. ഡൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഇനി നമ്മൾ പാരന്റ് ചെയിൻ എഴുതിയാൽ മതി. ആരാ? ബ്യൂട്ടൈൻ ആണ്. ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ എന്നാണ് നെയിം വരിക. ഓക്കെ, 2 ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ എന്നാണ് നെയിം വരിക. ഓക്കെ അല്ലേ? ആൻഡ് നമ്മുടെ ലാസ്റ്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇതാ നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് O ഗ്രൂപ്പാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു O ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നെയിം ചെയ്യും? ഈ ആളെ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് നെയിം ചെയ്യാൻ പറ്റുക. എങ്ങനെയാണ്? ആൽക്കോക്സി ആൽക്കെയിൻ എന്നാണ് നെയിം ചെയ്യാൻ പറ്റുക. ആൽക്കോക്സി ആൽക്കെയിൻ എന്ന ഈ ഒരു നെയിമിംഗ് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കണം. അതായത് O വരുന്ന കേസിൽ, അതായത് ഈതർ വരുന്ന കേസിൽ അല്ലെങ്കിൽ ആൽക്കോക്സി വരുന്ന കേസിൽ നമ്മൾ ഈ Oയുടെ തൊട്ട് ലെഫ്റ്റും റൈറ്റുമുള്ള നമ്പർ ഓഫ് കാർബൺ ഗ്രൂപ്പിനെ നോക്കുക. ഓക്കെ, ഈ O ഗ്രൂപ്പിന്, ഈതർ ഗ്രൂപ്പിന് ലെഫ്റ്റും റൈറ്റുമുള്ള നമ്പർ ഓഫ് കാർബൺ ഗ്രൂപ്പിനെ നോക്കുക. അതിൽ ആരാണോ ചെറുത്, ഓക്കെ, ആരാണോ നമ്പർ ഓഫ് കാർബണിൽ ചെറുത് വരുന്നത് അയാളെ ആൽക്കോക്സി ആയിട്ട് എഴുതാം. ഓക്കെ, അയാളെ ആൽക്കോക്സി ആയിട്ട് എഴുതാം. അപ്പൊ ഈ O ഗ്രൂപ്പിന് 2 സൈഡിലും നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു കാർബൺ, അതായത് മെത്താണ്. ഇവിടെ 2 കാർബൺ, അതായത് എത്താണ്. ഏതാ ചെറുത്? മെത്തല്ലേ. അപ്പൊ മെത്തിനെ നമ്മൾ ഓക്സിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അതായത് മെത്തോക്സി എന്ന് എഴുതുന്നു. എന്താ? മെത്തോക്സി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളവരെ ആൽക്കെയിൻ ആക്കി എഴുതുന്നു. ഇതല്ലേ? അപ്പോൾ ആൽക്കെയിൻ ആക്കി എഴുതുന്നു. അതാരാ? മെത്തോക്സി ഈതെയിൻ ആണ് നെയിം വരും. ഓക്കെ, അടുത്ത നോക്കിക്കേ. ഇവിടെ നമ്മുടെ ഈതർ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ 3 കാർബൺ, റൈറ്റ് സൈഡിൽ ഒരു കാർബൺ ആണ് ചെറുത് വരിക. അപ്പൊ നമ്മൾ മെത്തോക്സി. ഓക്കെ, ഓക്സിന്റെ കൂടെ ചെറുത് കൊടുത്തു. ഓക്കെ, ബാക്കി ആരൊക്കെയാ ഉള്ളത്? എത്ര കാർബൺ? 3 കാർബൺ ആണ്. മെത്തോക്സി പ്രൊപ്പെയിൻ എന്നാണ് നെയിം വരിക. അപ്പൊ ഈ ഒരു നെയിം തന്നിട്ട് നിങ്ങളോട് സ്ട്രക്ചർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റണം. മെത്തോക്സി പ്രൊപ്പെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കണം. ഓക്കെ, ഇതാണ് O ഗ്രൂപ്പ്. O ഗ്രൂപ്പിന്റെ കൂടെ മെത്തോക്സി. അപ്പോ ഓക്സിന്റെ കൂടെ വന്ന ചെറിയ ഗ്രൂപ്പാണ്. അപ്പൊ ഒരു സൈഡിൽ ചെറിയ ഗ്രൂപ്പ്. അടുത്തത് ആരാ? പ്രൊപ്പെയിൻ ആണ്. അപ്പൊ അടുത്ത സൈഡിൽ ബാക്കിയുള്ളവരുണ്ട്. എന്നിങ്ങനെ നിങ്ങൾക്ക് സ്ട്രക്ചർ വരയ്ക്കാനും അറിയണം. നിങ്ങൾക്ക് സ്ട്രക്ചർ തരാതെ, അതായത് നെയിം തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസും വരും. നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അതിനൊരു പെർട്ടിക്കുലർ യുണീക്ക് ആയിട്ടുള്ള അരോമ, സ്മെൽ ഉണ്ടായിരിക്കും. ഓക്കെ, ബെൻസീൻ ആണ് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ. 6 കാർബൺ ഉള്ള ബെൻസീൻ റിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ ബെൻസീന്റെ മേലെ ഒരു ഹൈഡ്രജന് പകരം OH ആണ് വരുന്നെങ്കിൽ അതിനെ ഫീനോൾ എന്ന് വിളിക്കും. ഒരു ഹൈഡ്രജന് പകരം COOH ആരായിരുന്നു? കാർബോക്സിലിക് ആസിഡ് അല്ലെ. അപ്പൊ ആസിഡ് ആണ് വരുന്നെങ്കിൽ നമ്മൾ അയാളെ ബെൻസോയിക് ആസിഡ് എന്ന് വിളിക്കും. അപ്പൊ ഇയാളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ മിസ്സിന് ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ റേസിന്റെ അടിപൊളി ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഇവിടെ ഉള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നോ? അതായത് നിങ്ങൾക്ക് ഒരു 360 ഡിഗ്രി ഡെവലപ്മെന്റ്, 360 ഡിഗ്രി ഒരു ഓവറോൾ ഡെവലപ്മെന്റ് നൽകാനായിട്ട്. എന്താണ് ഈ 360 ഡിഗ്രി എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ സ്കൂൾ എക്സാംസും ക്ലാസ് റൂംസിൽ മാത്രം ഒതുങ്ങി പോകാതെ നമ്മുടെ നോളേജ്, നമ്മുടെ കോണ്ടന്റ് കുറച്ചുകൂടെ ബിൽഡ് ചെയ്യാനും, അതേപോലെ തന്നെ കോണ്ടന്റ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് ബേസ് ഒക്കെ സെറ്റ് ചെയ്ത് ഫൗണ്ടേഷനൊക്കെ ക്ലിയർ ആക്കി, ബേസിക്സ് അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വെറും സ്കൂൾ ട്യൂഷൻ പ്രോഗ്രാം മാത്രമല്ല, നിങ്ങൾക്ക് AI സ്കിൽസ് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ സിവിൽ സർവീസ് കോച്ചിങ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ PCMB ക്ലാസ്സസ് ആണെങ്കിലും, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആണെങ്കിലും, സോഷ്യൽ സയൻസ് ക്ലാസ്സസ് ആണെങ്കിലും, അങ്ങനെ നിങ്ങൾക്കൊരു ഓവറോൾ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവിധ ക്ലാസ്സസ് കിട്ടും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലേക്ക് ഏത് ഫീൽഡിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള എന്തൊക്കെ പുതിയ സ്കോപ്പുകൾ നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് ഏതൊക്കെ ഫീൽഡിലേക്ക് പോകാം, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നല്ല ഒരു കരിയർ ചൂസ് ചെയ്യാം എന്നൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും കരിയർ ഗൈഡൻസിനൊക്കെ ആയിട്ട് ഇവിടെ റേസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. അതായത് ഓഗസ്റ്റ് 10 മുന്നേ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന് 70% സ്കോളർഷിപ്പോട് കൂടെ പഠിക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പം തന്നെ പൈസ അടച്ചൊന്നും ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, ആപ്പ് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് അതിൽ ക്ലാസ്സസ് ഒക്കെ കാണാം. ഓണം എക്സാമിൻ്റെ പോർഷൻസിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് ഐസോമറിസത്തിലേക്ക് മൂവ് ചെയ്യണം. എന്താണ് ഐസോമറിസം?
അതായത് നമ്മൾ രണ്ട് കോമ്പൗണ്ട് എടുക്കുന്ന സമയത്ത് അവർക്ക് സെയിം ആയിട്ടുള്ള മോളിക്കുലർ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല, ഓക്കെ, സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷെ അവരുടെ സ്ട്രക്ചറും അതേപോലെ തന്നെ പ്രോപ്പർട്ടീസും കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസും ഒക്കെ ഡിഫറെന്റ് ആകുന്നു. ഇതാണ് ഐസോമറിസം. ഓക്കെ, ചെയിൻ ഐസോമറിസം, പൊസിഷൻ ഐസോമറിസം, ഫങ്ഷണൽ ഐസോമറിസം, മെറ്റാമറിസം. 4 ഐസോമറിസം ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഇതാ ശ്രദ്ധിച്ച് മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോ? ഈ ഹെഡിങ്ങിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഹെഡിങ്ങിൽ എന്താണോ ഉള്ളത് അതാണ് ഡിഫറെന്റ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ചെയിൻ ഐസോമറിസം. അപ്പൊ ചെയിൻ ആണ് ഡിഫറെന്റ്, കാർബണിന്റെ ചെയിൻ ഡിഫറെന്റ് ആണ്. പൊസിഷൻ ഐസോമറിസം, അതായത് പൊസിഷൻ ഡിഫറെന്റ് ആണ്, അതായത് ഡിഫറെന്റ് പൊസിഷൻസിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാകുക. അടുത്തത് ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം ഹെഡിങ്ങിൽ എന്താണുള്ള ഫങ്ഷണൽ ആണ്, അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ ഡിഫറെന്റ് ആണ്. ഓക്കെ, മെറ്റാമറിസം, അതായത് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണം വ്യത്യാസം വരുന്നതിനാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 3 നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ സെയിം ആയിട്ടുള്ള മോളിക്കുലർ ഫോർമുല ആയിരിക്കും, പക്ഷെ ഇവരുടെ ചെയിൻ ഡിഫറെന്റ് ആകുന്നു, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആകുന്നു, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആകുന്നു, അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകൾ ഡിഫറെന്റ് ആകുന്നു. ഇതാണ് ഐസോമറിസം. ഓരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം. ചെയിൻ ഐസോമറിസം നോക്കിക്കേ, ഇവരുടെ കെമിക്കൽ ഫോർമുല നമുക്ക് എഴുതി നോക്കണം ആദ്യം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് കാർബണും ടോട്ടൽ നമ്പർ ഓഫ് ഹൈഡ്രജനും കൂടാതെ വേറെ ഏതെങ്കിലും ഓക്സിജനും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ഓൺ ചെയ്ത് നമ്മൾ കണ്ടൻസ് ചെയ്തുള്ള കെമിക്കൽ ഫോർമുലയാണ് എഴുതാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കേ, എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ, ടോട്ടൽ 4 കാർബൺ. എത്ര ഹൈഡ്രജൻ? 5, യെസ് 5, 10 ഹൈഡ്രജൻ, C4H10 ആണ്. അടുത്ത നോക്കിക്കേ, അടുത്ത സെക്കൻഡ് സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് C4H10 എന്ന ഫോർമുല കിട്ടും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്പർ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ രണ്ടിലും സെയിം ആണ്, പക്ഷെ എന്താ ഡിഫറെന്റ്? കാർബണിന്റെ ചെയിൻ. ഓക്കെ, കാർബണിന്റെ ചെയിൻ ആണ് ഡിഫറെന്റ്. ഇതാണ് ചെയിൻ ഐസോമറിസം. ഓക്കെ അല്ലേ? ജസ്റ്റ് മാർക്ക് ചെയ്ത് തരാം. സെയിം മോളിക്കുലർ ഫോർമുലയാണ്. എന്താണ്? സെയിം ആയിട്ടുള്ള മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ ഡിഫറെന്റ് ആയിട്ടുള്ള കാർബൺ സ്ട്രക്ചർ ചെയിൻ ആണ്. ഓക്കെ, അടുത്തത് പൊസിഷൻ ഐസോമറിസം. ഇവിടെ OH ഗ്രൂപ്പ് വരുന്ന 2 സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഇതില് രണ്ടിലും OH ഗ്രൂപ്പിന്റെ പൊസിഷൻ ആണ് ഡിഫറെന്റ്. കെമിക്കൽ ഫോർമുല, ഓക്കെ, മോളിക്കുലർ ഫോർമുല സെയിം ആണോ നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. ആദ്യത്തതില് C3H8O എന്നാണ് ഫോർമുല വരുന്നത്. രണ്ടാമത്തതില് C3H8O ആണ് ഫോർമുല വരുന്നത്. അപ്പൊ സെയിം മോളിക്കുലർ ഫോർമുലയാണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആണ്. അടുത്തത് ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവരുടെ കെമിക്കൽ ഫോർമുല, മോളിക്കുലർ ഫോർമുല സെയിം ആണ് നമുക്ക് നോക്കാം. മോളിക്കുലർ ഫോർമുല എഴുതാം. 2 കാർബൺ ആണ്, C3H, ഇവിടെ 3, 2, 5, 6. ഓക്കെ, 6 വരുന്നു. അടുത്തത് ഓക്സിജൻ. ഓക്കെ, C3 അല്ലല്ലോ, C2 അല്ലേ, 2 കാർബൺ അല്ലേ. ഓക്കെ, അടുത്തത് സെക്കൻഡ് വൺ ഇതേപോലെ C2, 6 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. അപ്പോൾ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ് ഡിഫറെന്റ്. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസം. അടുത്തത് മെറ്റാമറിസം. മെറ്റാമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണത്തിൽ വ്യത്യാസം. രണ്ടുപേരുടെയും കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല എന്നാട്ടോ കൂടുതലും പറയേണ്ടത്. മോളിക്കുലർ ഫോർമുല നമുക്ക് എഴുതി നോക്കാം. യെസ്, എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആണ്. 4 കാർബൺ അല്ലേ? യെസ്, 1, 2, 3, 4, 4 കാർബൺ ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 10 ഹൈഡ്രജൻ, ഓക്സിജൻ. ഇവിടെ 4 കാർബൺ, 10 ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. നോക്കിക്കേ, ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റിൽ 2 കാർബണും ഇവിടെ 2 കാർബൺ, റൈറ്റിൽ 2 കാർബൺ. പക്ഷെ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റിൽ 1, റൈറ്റിൽ 3. അപ്പോൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം വരുന്നത്, പക്ഷെ സെയിം മോളിക്കുലർ ഫോർമുലയാണ്. ഇതാണ് മെറ്റാമറിസം എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. IUPAC നെയിമിങ്ങും അതേപോലെ തന്നെ ഐസോമറിസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കൂടുതൽ മാർക്സിനും ഈ ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.